വിചാരിക്കും എന്റെ ഈ പുറവി കാണുന്നത് ഒരു ഡിനോസർ ആണ്. ഞാനോ? അയ്യോ, നിങ്ങളല്ല. ഈ കാണുന്ന വലിയ സംഭവം ഇത് കണ്ട ഡിനോസർ ആണെന്നേ തോന്നത്തുള്ളൂ. ലോകത്തിലേക്ക് തന്നെ വെച്ച ഏറ്റവും വലിയൊരു ഓന്തായിരിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഓന്ത് ഉണ്ടാക്കിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. വീണ്ടും എന്തൊക്കെയോ ഉണ്ടാക്കുക. എന്ത് ചേട്ടാ ഉണ്ടാക്കുന്നത്? സ്വാൻ, ഡക്ക്. അപ്പൊ ഡക്കിനെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഓന്തിനെ ഉണ്ടാക്കാൻ എത്ര നാളെടുത്തു? ഇതിപ്പോ നമ്മള് ഒരു 4 ദിവസമായിട്ട് ഇപ്പൊ ഈ ഓന്തിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഇതിന്റെ ഫൈനലിലേക്ക് കടന്നോണ്ടിരിക്കുകയാണ് നിലവില്. ഫൈനൽ ആയിട്ടില്ല. ഇനി കുറച്ചും കൂടി വർക്ക് നമുക്ക് അതിന്റെ ലാസ്റ്റ് കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് നമ്മുടെ മുരളി രാമൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങളൊരു കസിൻസ് ആണ്. അപ്പൊ ഞങ്ങള് കുറെ വർഷമായിട്ട് ഈ വെജിറ്റബിൾ കാർവിംഗ് മേഖലയിൽ നിൽക്കുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ ക്രിയേഷനിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ട് തുടങ്ങി വെക്കുന്നത്. ശരി, അപ്പൊ ഇതൊക്കെയാണല്ലേ ഇതിന് വേണ്ടിയുള്ള ടൂൾസ്. ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ കൂടുതൽ കത്തികൾ എടുക്കുക. നോർമൽ ആയിട്ടുള്ള കത്തികളും പിന്നെ സ്കൂപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതെ, സ്കൂപ്പ് ചെയ്യാൻ. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടെക്നിക്കൽ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു വർക്ക് വരികയാണെങ്കിൽ ആ ടൂൾസ് തന്നെ വേണം നമുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോർമൽ കത്തിയാണെങ്കിൽ ചെയ്യാൻ നമുക്ക് ഇത്രയും കൂടി ഈസിയാണ്. ഇതിപ്പോ ഇനിയിപ്പോ 2 ദിവസം കഴിയുമ്പോൾ ഈ വർക്ക് ചേഞ്ച് ആകും. എന്നിട്ട് നമുക്ക് ഇനി അടുത്തൊരു പുതിയൊരു വർക്കും കൂടി ചെയ്യും. കാരണം ഫെബ്രുവരി 9 വരെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്നത്. ഇതിപ്പോ നമ്മളൊരു ബീറ്റ്റൂട്ടിലൊരു ഫ്ലവർ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താണ്. ഏറ്റവും മുകളിൽ നമ്മൾ ചെയ്തേക്കുന്നത് ചേനയാണ്. ചേന സ്ലൈസ് ചെയ്തിട്ട് അതിന്റെ പെറ്റല് നമ്മൾ ചേന കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ഉള്ളില് ചേനകളുണ്ട്, കുമ്പളങ്ങ ഉണ്ട്, വാഴയുടെ പീസുകളുണ്ട്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്തേക്കുന്നത് നമ്മൾ ഈ മുളയുടെ ചെറിയ പീസ് വെച്ച് ജോയിന്റ് ചെയ്താണ് പോയേക്കുന്നത്. ഇത് പിന്നെ അത് ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ലീഫ് ഇട്ടേക്കുന്നത്. അതായത് ഒരു കാട്ടിൽ ഇരിക്കുന്ന രീതിയിലായിട്ടാണ് നമ്മൾ അത് എടുത്തേക്കുന്നത്. മുട്ടുസൂചിയും ടൂത്ത് പിക്കാണ് നമ്മൾ അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. ഇല്ല ഞാൻ ചെയ്തേക്കുന്ന ചേനയിൽ തന്നെയാണ്. ഇതിപ്പോ നമ്മൾ മിനിമം ഒരു 5 ദിവസം 6 ദിവസം മേളിൽ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇപ്പൊ ചേന നമ്മളിപ്പോ ചെയ്തേക്കണതിൽ ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ള ചേന അല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. അതിന്റെ കാലാവസ്ഥ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരി വെള്ളക്കൂടുതലുള്ള ചേനയാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ ഇത് ഉണങ്ങി വരുന്നതോറും അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറിലേക്ക് പോകും. കണ്ണ് ഓറഞ്ചാണ് ചെയ്തേക്കുന്നത്. അതെ അതെ, വാഴയുടെ തട വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാണ്. നമ്മുടെ ഈ സൈറ്റിൽ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാൻ. ആദ്യം ഞങ്ങൾ വേറൊരു മോഡൽ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഇനി വലിയൊരു വർക്കും കൂടി ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 9 ഇവിടെ തന്നെ. ഇത് ഒരു ഡക്ക് ഇളവൻ ഷേപ്പ് നോക്കി എടുക്കും. ഒത്തിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുമ്പളങ്ങ നോക്കി എടുക്കും. നല്ല വലിപ്പം. ഏകദേശം ഓരോ എന്താ പറയുക, ഓരോ വെജിറ്റബിളും ഓരോ മൃഗങ്ങളും പക്ഷികളുമായിട്ട് ഭയങ്കര സാമ്യങ്ങളെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഏത് രൂപമാണെങ്കിലും ആ രൂപമായിട്ട് സാമ്യമുള്ള വെജിറ്റബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഷേപ്പ് ഏകദേശം നമ്മൾ സ്വാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചിറകൊന്നുമില്ലാതെ വാല് തലയൊന്നുമില്ലാതെ ഊഹിച്ചെടുക്കാവുന്നുള്ളൂ അതിൻ്റെ ബോഡി. അപ്പം അതാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഈ കുമ്പളങ്ങ. ഇവിടെ ഇപ്പം ഞാനൊരു ബീട്രൂട്ടിലൊരു ഫ്ലവർ ചെയ്യുവാണ്, റോസ് ചെയ്യുവാണ്. ലാസ്റ്റ് ആകുമ്പോൾ അത് കറക്റ്റ് അത് റോസിലായിട്ട് പോകും. ഇത് ഡക്കിൻ്റെ കഴുത്ത് കുറച്ച് നേരത്തേക്ക് ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ സ്റ്റില്ലായിട്ട് കിട്ടണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റില്ലായിട്ട് കിട്ടും. കറി വെക്കാനേ എടുക്കുള്ളൂ, നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണമല്ലോ. ഇത് കുറച്ചുകൂടി വെള്ളം കുടിക്കുമ്പോൾ കുറച്ചുകൂടി സ്റ്റില്ലായി കിട്ടും. അപ്പോൾ പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഓയിൽ പോയി കഴിഞ്ഞാൽ പ്യുവർ വൈറ്റായി കാണും. ഈ ഓയിൽ ഡ്രൈ ആവുന്നത് കൊണ്ടാണ് കളറ് ഡള്ളാവുന്നത്. എല്ലാ വെജിറ്റബിൾസിനും അതിൻ്റേതായ ഓയിലുണ്ടല്ലോ. ആ ഓയിൽ പോകുമ്പോഴാണ് അതിൻ്റെ കളർ ശരിയായ കളർ വരിക. ഞാൻ ആ ഓന്ത് ചെയ്തെന്നാൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അത് കളർ അല്ലേ, മാംസത്തിൻ്റെ കളർ തന്നെയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാറ്റേൺ നോക്കിയെടുക്കുക. കാർവിങ് ചെയ്യുമ്പോൾ അത് സ്റ്റഡി ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് പിള്ളേർക്കൊക്കെ പഠിക്കാനൊക്കെ. നമ്മൾ സ്റ്റഡി കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കൊടുക്കണേ. അടിപൊളിയായിട്ടുള്ള ഒരു റോസ് ഇതിന്റെ ഇടയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ആ ഓന്തിനെ ഒന്ന് കാണാൻ പോയപ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ടാണ് ഇത് സെറ്റ് ആയേക്കുന്നത്. നോക്ക് എന്ത് ഡീറ്റെയിലിംഗ് ഉണ്ടെന്ന്. എങ്ങനെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ? ഇതിപ്പോ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതെങ്ങനെയാ എടുക്കുന്നത്? ഇതിപ്പോ കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് താല്പര്യമുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലാസ് കൊടുക്കാം. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സൗജന്യമായിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കും. അപ്പൊ നമ്മൾ അതില് നമ്മൾ നോക്കില്ല, കാരണം നമ്മുടെ വർക്ക് നിലനിന്ന് പോകാനും കൂടിയുള്ളൊരു ഇതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇപ്പൊ പല ക്ലാസ്സുകളും എടുക്കുന്നത്. കാരണം ഇതിലിപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ചൊരു 50ഓളം സ്റ്റുഡൻസ് ഇപ്പം എനിക്കുണ്ട്. എൻ്റെ പേര് മുരളി. ഞാനിപ്പോൾ താമസിക്കുന്ന പെരുമ്പാവൂർ, ജന്മനാട് UC കോളേജ് ആലുവ. ഒരു 37 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഈ ഫീൽഡിൽ 37 വർഷമായിട്ട്. തുടങ്ങിയതാണോ? അല്ലല്ല, വീട്ടിലെ ദരിദ്രം കൊണ്ട് തുടങ്ങിയതാ. ഇതോ? അതെ.
ഞാൻ RLB ഫൈൻ ആർട്സിൽ പഠിച്ചാണ് പെയിന്റിങ്, അപ്ലൈക്കാണ് പഠിച്ചത്. എല്ലാ മീഡിയത്തിലും വർക്ക് ചെയ്യാറുണ്ട്. കല്ലിൽ മാത്രം ശരിക്കും വർക്ക് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലേ ഒക്കെ ചെയ്യും. ക്ലേ, വുഡ്, പാസോ പാരീസ് എല്ലാ വർക്കുകളും ഞാൻ ചെയ്യാറുണ്ട്. അവക്കയുടെ എംബാവയുടെ അസോസിയേറ്റ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ശരിക്കും വന്നത് നിജേഷ് വിളിച്ചിട്ടാണ്. ഞങ്ങൾ മുന്നേ 1-2 പരിപാടികളിലൊക്കെ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അവിടെ വെച്ച് ഇവിടെ വെച്ച് പല വർക്ക് ചെയ്യുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പം തിരുവല്ലയിലെ പുഷ്പമേള ഞങ്ങൾക്ക് വളരെ അടുത്തായതുകൊണ്ട് ഇനി പോരുന്നതാ. അപ്പം നിജേഷ് വളരെ ഇൻബോൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കൊച്ചച്ഛൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അതെ അതെ, ഞാനിതിപ്പോ നിലവിൽ കൊച്ചിജൻ മാത്രമേ സ്കൂളിൽ പോയിട്ട് കോളേജിൽ പോയിട്ട് പഠിച്ചിട്ടുള്ളൂ. ഞാനും കസിൻസ് ആണെങ്കിൽ നമ്മൾക്ക് അതിന്റെ കോളേജിൽ പോകാതെ തന്നെ കണ്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെയല്ല, ഞങ്ങൾ ശരിക്കും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ട്രൈബൽ വിഭാഗത്തിൽ ഒത്തിരി കലാകാരന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഞാൻ ഈ വേദിയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാകാരന്മാരായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് നമ്മളത് അറിയപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രൈബൽ കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞത്. പല ആൾക്കാരും മാറി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞാണ്, അതായത് നമ്മളുടെ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കുപ്പിന്ന് വിളിക്കുന്ന അപർണയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ടാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ വർക്ക് വരുമ്പോൾ ഞാൻ അപർണയെ വിളിക്കും, അപർണയെ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു വർക്കുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ നമ്മളിങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് ഒടുവിൽ നല്ലൊരു വർക്ക് വന്നു കഴിഞ്ഞപ്പോൾ അപർണ എത്തി. അപ്പോൾ അതിൽ അപർണയാണ് ആദ്യമായിട്ടൊരു യൂട്യൂബറിൻ്റെ ആയിട്ടൊരു ഇതിങ്ങനെ നമ്മുടെ സൈഡിലേക്ക്, അതായത് മറ്റുള്ള ആൾക്കാരിലേക്ക് മീഡിയയിലൂടെ എത്തിക്കുന്നത് അപർണയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു വർക്ക് ഇവരെ കാണിച്ചു കൊടുക്കാൻ. അതെ അതെ, അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് വന്നതിലും ഞങ്ങളുടെ ഒപ്പം പങ്കെടുത്തതിലും. ഓക്കെ, താങ്ക് യു. ഒരു ഡക്കിന്റെ പോലെ തന്നെ ചുണ്ട് കണ്ടോ, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണല്ലോ ഇത് വെക്കാനും വേണ്ടിയിട്ട്. അളവെടുത്ത് വെട്ടിയ പോലെ ഉണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആവാനുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആണ്. ഇത് നോക്കിയോ? അടിപൊളി സെറ്റ്. ഒറിജിനൽ ഡെക്ക് പോലെ അല്ല എങ്കിൽ പോലും കളറിന്റെ കോൺട്രാസ്റ്റ് ശരിക്കും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. നീ കണ്ണുണ്ടോ? പിന്നെ കണ്ണു വെക്കണ്ടേ? കണ്ണു വെച്ചില്ലെങ്കിൽ സാധാരണ കടുക് നല്ലാണ്. നമ്മള് കുറച്ചുകൂടി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പം അതിന്റെ ഉള്ളില് ഒരു യെല്ലോയുടെ അടുക്ക് ചെറിയൊരു ബ്ലാക്കാ. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്നില് ക്യാരറ്റ് വയ്ക്കും, അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് വയ്ക്കും, എന്നൊരു ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. കാരണം ജനങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ കണ്ണില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ബീറ്റ്റൂട്ടാണ് വെക്കാറ്. അത് നമ്മളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. ഡക്കിനെ കുളിപ്പിക്കുന്നതല്ല, വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ചാൽ തോന്നണ്ടേ. വെള്ളത്തിൽ നിന്ന് കേറി വന്ന ഡക്ക മാമോദിസ കഴിഞ്ഞു സ്നാനം ചെയ്തു ഡക്കിന് സന്തോഷത്തോടെ വാങ്ങിച്ചു. എന്റെ ഈ കിട്ടിയ സ്ഥിതിക്ക് ഞാനിവിടെ ഒരു മുട്ടുസൂചി വെച്ചേക്കാം. വീട്ടിലൊരു താറാവിനെ വളർത്തിയാലോ? ഇതാവുമ്പോ കുഴപ്പമില്ല, ഉണങ്ങിപ്പോയാലും പ്രശ്നമില്ല. വീട്ടിൽ വളർന്ന താറാവിന് ഫുഡ് കൊടുക്കണ്ടേ. ഡക്കിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കാൻ പോണത്. ഡക്കിന്റെ വെള്ളം വെള്ളത്തിലായി. അടിപൊളി. അതിൻ്റെ കൂടെ ഒരു താമരപ്പൂ കൂടി ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. അരയന്നം എന്ന് പറയുമ്പോൾ എല്ലാവരും വേറെ താമരപ്പൂവൊക്കെ ഓർക്കുക, ശകുന്തളേനെ ഓർക്കുക. അപ്പം ആ ഒരു കോമ്പിനേഷൻ അപ്പം താമര ചെയ്യാന്ന് ഓർക്കാം. ഈ അച്ഛൻ്റെ തൊലി ഉണ്ടല്ലോ ഇതുപോലെ ഇമാതിരി തൊലിക്കട്ടി അങ്ങക്ക്. അല്ല, അതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ചിലരുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത്രയും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ ശരീരത്തിന് ആവശ്യമാണ്. അപ്പം എനിവേ ഈ ഓന്ത് എങ്ങനെയുണ്ട്? അയ്യോ എന്ത് ഓന്ത് എങ്ങനെയുണ്ട്? ഓന്ത് കൊള്ളാം. മറ്റേ ദിനോസറിന്റെ വകഭേദമാണ്. എത്ര കളറുണ്ട്? കൊറേ കളറുണ്ട്. ഓന്തിന്റെ ശാസ്ത്രീയ നാമം എന്തുവാ? ഓന്തിന്റെ ശാസ്ത്രീയ നാമം അറിയാവുന്നവർ കമന്റ് ചെയ്യുക. കമന്റ് ബിലോ. ഞാൻ പിള്ളേരെ ഈ
ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ട് തരാം.